Hello, guys. Welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് 29th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ബോത്ത് ആർട്ടിക്കിൾസ് ഫ്രം ദി ഹിന്ദു ആസ് വെൽ ആസ് ദി ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്നലെ വീഡിയോ വളരെ ചെറുതായിരുന്നു ബിക്കോസ് യെസ്റ്റർഡേ ദർ വാസ് നോ ഇഷ്യൂ ഓഫ് ദി ഹിന്ദു ന്യൂസ് പേപ്പർ ഡ്യൂ ടു വിനായക ചതുർത്ഥി. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ കുറച്ച് ആർട്ടിക്കിൾസ് മാത്രമേ ഒന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ വാസ് വെരി ഷോർട്ട്. ഇന്ന് രണ്ട് പേപ്പറും ഉണ്ട്, പ്രത്യേകിച്ച് പിന്നെ ഞാൻ എടുക്കുന്നത് കൊണ്ടും പ്രോബബ്ലി വിൽ ബി ഹാവിങ് അവർ വീഡിയോ till 30 minutes. I'll try to restrict with that. So without much discussions, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളാണ്. സമുദ്രയാൻ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ദിസ് ക്യാൻ ബി എ പ്രൊബബിൾ മെയിൻസ് ക്വസ്റ്റ്യൻ ആസ് വെൽ as സം പ്രിലിംസ് ഇൻഫർമേഷൻ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദിസ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ GST റിഫോംസിൻ്റെ പറയുമ്പോൾ GST കോമ്പൻസേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. അന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല. ഇന്ന് നമുക്കത് ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം കുറച്ചൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ദ കേസ് ഫോർ എ GST കോമ്പൻസേഷൻ എന്നുള്ളത്, പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഇറാറ്റിക് ആയിട്ടുള്ള മൺസൂൺ സീസണാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് വേരിയബിൾ ആയിട്ട് വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഫ്ലഡും നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായി. സോ വി ഹാവ് ടു ബി മോർ കോഷ്യസ് വൈൽ പ്ലാനിങ് ഫോർ സച്ച് ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. രണ്ട് പേപ്പറിലെ എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ട് ഒരു എഡിറ്റോറിയൽ. നമുക്കിത് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇസ്രോനെ കുറിച്ചുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻഡ് തന്നെ വന്ന ഒരു ആർട്ടിക്കിളാണ് ഒരു മിഡീവൽ ഇന്ത്യനെ കുറിച്ചുള്ള ഒരു സംഭവം. സോ വിൽ ലുക്ക് ഇൻ ടു വാട്ട് ദി ആർട്ടിക്കിൾ സേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലെയിനിൽ പറയുന്നതാണ് സമുദ്രയാൻ പ്രോജക്റ്റ്. സോ എന്താണ് ഈ സമുദ്രയാൻ പ്രോജക്റ്റ്? ഇന്ത്യൻ എക്കോനോട്സ് എക്സ്പ്ലോറേഷൻ ഓഫ് ദി ഡീപ്പ്. സംഭവം വേറൊന്നുമില്ല, നമുക്ക് അറിയാമല്ലോ, നമുക്കിപ്പോൾ ഇന്ത്യ ഇസ് ആക്ച്വലി എക്സ്പ്ലോറിങ് ലോട്ട്സ് ഓഫ് വേസ് വെയർ വി ക്യാൻ ബി സെൽഫ് റിലയൻറ്റ്. നമ്മളിപ്പോൾ സ്പേസ് സെക്ടറിൽ നമ്മൾ കണ്ടിരുന്നു, ഇതിനകത്ത് പറയുന്നുണ്ട് ആക്സിയം 4 മിഷനിൽ സുഭാൻഷു ശുക്ല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കോസ്മോണോട്ട് പോയിട്ട് അദ്ദേഹം ഹീസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ആഫ്റ്റർ രാകേഷ് ശർമ്മ ടു ഗോ ടു ദി സ്പേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഇൻഡിജീനിയസ് ആയിട്ട് കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പേസിൽ പോയ സ്ഥിതിക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡീപ്പ് ഇൻ ടു ദി ഓഷ്യൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പറഞ്ഞ പോലത്തെ സമുദ്രയാൻ പ്രോജക്റ്റ്. നമ്മൾ സ്പേസിലേക്ക് പോകാനായിട്ട് ഒരു മിഷൻ്റെ പേര് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഗഗൻയാൻ എന്നായിരുന്നു അതിൻ്റെ പേര്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഒരു സമുദ്രയാൻ പ്രോജക്റ്റാണ്. സോ ഏർലിയർ ദിസ് മന്ത് 2 ഇന്ത്യൻ എക്വനോട്സ് ട്രാവൽഡ് ഇൻ ടു ദ ഡീപ്പ് അറ്റ്ലാന്റിക് ഓഷ്യൻ അബൌട്ട് ദി ഫ്രഞ്ച് വെസൽ നൗട്ടൈൽ എന്ന് പറഞ്ഞിട്ട്. സോ ദിസ് വാസ് ഇൻ പ്രിപ്പറേഷൻ ടു ദി ഡീപ് സീ എക്സ്പ്ലോറേഷൻ മിഷൻ അപ്കമിങ് അണ്ടർ ദി സമുദ്രയാൻ പ്രോജക്റ്റ് വെയർ ഇന്ത്യ പ്ലാൻസ് ടു സെൻഡ് 3 humans to the depth of 6,000 meters by 2027. So 2027ഓടെ നമുക്ക് ഒരു 6,000 meters അല്ലെങ്കിൽ 6 kilometers ഡെപ്ത് ഓഫ് ദി ഓഷ്യനിലേക്ക് കൊണ്ടുപോകുന്ന രീതിക്ക് നമ്മളൊരു 3 ഇന്ത്യൻസിനെ സെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് സമുദ്രയാൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഡീപ്പ് ഓഷ്യൻ മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഷൻ ഉണ്ട്, ഡീപ്പ് ഓഷ്യൻ മിഷൻ ഇവിടെ പറയുന്നത് പോലെ. ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു നോട്ടീസ്, ഈ ആർട്ടിക്കിളിലില്ല മിഷൻ, ഈ സമുദ്രയാൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രിയുടെ അടിയിലല്ല വരുന്നത്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിൻ്റെ അടിയിലാണ് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കേണ്ട ഒരു പോയിന്റാണ്. പ്ലസ് എന്താണ് ഈ സമുദ്രയാൻ പ്രോജക്റ്റ്? സമുദ്രയാൻ പ്രോജക്റ്റിൻ്റെ രീതിയിൽ നമ്മൾ 3 ഇന്ത്യൻസിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, ബിക്കോസ് നമുക്ക് ഈ ഓഷ്യൻ്റെ അടിയിൽ പോകുന്തോറും ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഇഷ്യൂസ് റിഗാർഡിംഗ് ദി പ്രഷർ ആൻഡ് ദി കമ്പാറ്റബിലിറ്റി, ഓക്സിജൻ സപ്ലൈ, ഇതെല്ലാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ സബ്മറൈൻ എത്രത്തോളം റിസ്കി ആണോ അതുപോലെയാണ് ഇത്. 6,000 meters ഇൻ ടു ദി ഓഷ്യനാണ്. അപ്പോൾ ഇറ്റ് ഇസ് എ വെരി ചാലഞ്ചിങ് ആൻഡ് റിസ്കി മിഷൻ. എന്തൊക്കെയാണ് ചാലഞ്ചസ് നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവം പറയുന്നത്. സോ വാട്ട് ഡസ് ദിസ് പ്രോജക്റ്റ് എയിം ടു ഡു? വി വാണ്ട് ടു പുഷ് ഫോർ ദി ബ്ലൂ എക്കണോമി പോളിസി. ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർനസ് ദി ഓഷ്യൻ റിസോഴ്സസ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. അതായത് ഈ ബ്ലൂ എക്കണോമിയിൽ പലതും പെടും. നമ്മുടെ ഫിഷിംഗ് മുതൽ ഇതേപോലത്തെ ഡീപ്പ് ഓഷ്യൻ മിഷൻ വരെ, നമ്മൾ മീൻ പിടിക്കുന്നത് മുതൽ ഈ പോലത്തെ മിഷൻ വരെ നമുക്ക് ബ്ലൂ എക്കണോമിയുടെ ആംബിറ്റിൽ പെടുന്നതാണ്. സോ ബ്ലൂ എക്കണോമി ഈസ് ഹാർനസിംഗ് ദി ഓഷ്യൻ റിസോഴ്സസ് ഫോർ ബൂസ്റ്റിംഗ് അവർ എക്കണോമിക് ഗ്രോത്ത്, GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എങ്ങനെയാണ് ഈ ഡീപ്പ് ഓഷ്യൻ മിഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം. സോ ദിസ് ഡീപ്പ് ഓഷ്യൻ ഇസ് ഹോം ടു സെവറൽ അൺഎക്സ്പ്ലോർഡ് മിനറൽസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി റിസോഴ്സസ്. സോ ഇറ്റ് ഈസ് ഓൾസോ വേർ എ ക്രൂഷ്യൽ മീഡിയം ഓഫ് മോഡേൺ ഗ്ലോബൽ ടെലികമ്മ്യൂണിക്കേഷൻസ് ഇസ് ഫൗണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന യൂട്യൂബിലുള്ള ഇൻ്റർനെറ്റ്, വാട്ട് ഓൾ ഇൻ്റർനെറ്റ് ദാറ്റ് വി ആർ ഹാവിംഗ് ടുഡേ, അത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ആണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റാർലിങ്ങിൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനശ്വര മാമായിരുന്നു ആ ക്ലാസ് എടുത്തിരുന്നത്. പക്ഷേ അതല്ലാതെ കൂടുതലും ഇൻ്റർനെറ്റ്, ദ മേജർ ചങ്ക് ഓഫ് ദി ഇൻ്റർനെറ്റ് ഹാപ്പൻസ് ത്രൂ
അണ്ടർ സീ കേബിൾസ്. അപ്പോൾ ഈ ഡീപ്പ് ഓഷനിലൂടെ കേബിൾസിലൂടെയാണ് നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നതും നമ്മുടെ ഇൻ്റർനെറ്റ് നമുക്കിപ്പോൾ കിട്ടുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ മീഡിയമാണ് ഈ ഡീപ്പ് ഓഷൻ. സോ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ഡീപ്പ് ഓഷൻ ആൻഡ് വി ഹാവ് ടു എക്സ്പ്ലോർ വേസ് ടു പ്രോപ്പർലി യൂട്ടിലൈസ് ദ മിനറൽസ് ആസ് വെൽ ആസ് ദി സ്പേസ് ദാറ്റ് ഇസ് ദെയർ ഇൻ ദി ഡീപ്പ് ഓഷൻ എന്നുള്ള സാധനം. അപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റി ഓഫ് ഡീപ് സീ എക്സ്പ്ലോറേഷൻ അത് വളരെ മിനിമം കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ പറയുന്നത് പോലെ USA, റഷ്യ, ചൈന, ജപ്പാൻ ആൻഡ് ഫ്രാൻസ്, ഈ കൺട്രീസിൽ മാത്രമേ ഈ ഡീപ് സീ എക്സ്പ്ലോറേഷൻ ഉള്ളൂ. അപ്പോൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ സോഫിസ്റ്റിക്കേറ്റഡ് ദ ടെക്നിക്സ് ദാറ്റ് വി നീഡ് ഫോർ ഡൂയിങ് ദിസ് പ്രോജക്റ്റ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇന്ത്യ ഇൻഡിജീനിയസ് ആയിട്ട് ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു മിഷനിലേക്ക് പോകുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു അച്ചീവ് ദാറ്റ് ബൈ 2027. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് നമ്മൾ വെച്ചേക്കുന്നത്. സോ ഇഫ് വി ആർ ഏബിൾ ടു ഡു ദിസ്, ആൻഡ് ഐ എം ഷുവർ വിൽ ബി ഏബിൾ ടു ഡു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്യൂ നേഷൻസിൻ്റെ ഒരു എലീറ്റ് ക്ലബിലേക്ക് നമ്മൾ മാറും. സ്പേസിൽ എങ്ങനെ നമ്മളൊരു എലീറ്റ് കൺട്രിയുടെ ലിസ്റ്റിലേക്ക് വന്നോ അതുപോലെ ഡീപ് സീയിലും നമുക്ക് അതിൻ്റെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മിഷൻ എന്ന് പറയുന്നത്. 2021 തന്നെ ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിൽ ബി ഡെവലപ്പിംഗ് ടെക്നോളജീസ് ഫോർ ഡീപ് സീ മൈനിങ്. അത് വെഹിക്കിൾസും റോബോട്ട്സും, അത് ഒരു ക്രൂഡ് മിഷന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സമുദ്രയാൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഷ്യൻ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്വൈസറി സർവീസസ്, ഡെവലപ്പ് ഓഷ്യൻ ക്ലൈമറ്റ് ചേഞ്ച് അഡ്വൈസറി സർവീസ്, ബിക്കോസ് വി നോ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ബീൻ ഇമ്പാക്ടിങ് ഓൾ അറൌണ്ട് ദി വേൾഡ്. അപ്പോൾ അത് ഓഷ്യനിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള സാധനം കണ്ടുപിടിക്കാനായിട്ടും അതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു അഡ്വൈസറി സർവീസ് ഉണ്ട്. മാത്രമല്ല വി ഹാവ് ടു ലുക്ക് ഫോർ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ടു എക്സ്പ്ലോർ ആൻഡ് കൺസർവ് ഡീപ് സീ ബയോഡൈവേഴ്സിറ്റി. നമ്മൾ കോറൽ റീഫ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കോറൽ റീഫ്സ് ആർ നോട്ട് ഡീപ് സീ. കോറൽ റീഫ്സ് ഒരു ഷാലോ വാട്ടറിൽ നമ്മൾ കാണുന്ന ഒരു ഇതാണ്. പക്ഷേ അതുപോലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഡീപ്പ് ഓഷ്യൻസിലുണ്ട്. അതിന് നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്യാം ഈ ക്ലൈമറ്റ് ചേഞ്ചിലും ബാക്കിയുള്ള കാര്യത്തിൽ നിന്നൊക്കെ. അപ്പോൾ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എൻവയൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ നമുക്ക് അവിടെ പോകണ്ടേ, കറക്റ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാനായിട്ടുള്ള ചലഞ്ചസിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സമുദ്രയാൻ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ദേ കണ്ടക്ട് ഡീപ്പ് ഓഷ്യൻ സർവേ വേർ ദേ ആർ സ്പെസിഫിക്കലി ലുക്കിംഗ് ഫോർ polymetallic nodules. This is a very important term, you must note it. Polymetallic nodules, which comprises of iron and manganese hydroxides and are found in the ocean floor, often containing materials such as nickels, rare earth and cobalt. നമ്മൾ rare earth mineralsനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ചൈന is controlling huge എന്താ പറയുക ചങ്ക് ഓഫ് ദി പ്രൊഡക്ഷൻ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേറൊരു വലിയൊരു സോഴ്സാണ് ഈ ഡീപ് സീ എന്ന് പറയുന്നത്. അപ്പോൾ പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ആർ ഫൗണ്ട് ഇൻ ദ ഡീപ് സീ. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് വി നീഡ് ദിസ് ടെക്നോളജി. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഓൾസോ ദേ ആർ ഗോയിങ് ടു പ്ലാനിങ് ടു എസ്റ്റാബ്ലിഷ് ആൻ അഡ്വാൻസ്ഡ് മറൈൻ സ്റ്റേഷൻ വിച്ച് ഹാസ് കേപ്പബിലിറ്റീസ് ഇൻ ഓഷ്യൻ ബയോളജി. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആണ് ഇതിൻ്റെ ഫുൾ കോർഡിനേറ്റിംഗ് ആയിട്ടുള്ള ഏജൻസി. ഇനി ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാന്നുള്ള കേസേ ഉള്ളൂ. ഇനി വാട്ട് ഇസ് മത്സ്യ 6000? നമ്മൾ ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ കമ്പോണൻസ് ആണ് ഇത്രയും സാധനം ഉള്ളത്. ഇതിനകത്ത് ഒരു പാർട്ടാണ് ഒരു വെഹിക്കിൾ ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങളിവിടെ കണ്ടോ, ഇതാണ് ഡീപ് സീയിലേക്ക് പോകാൻ പോകുന്ന വെഹിക്കിൾ. സോ ഈ വെഹിക്കിൾ, ഇറ്റ് ഈസ് ദി വെഹിക്കിൾ ദാറ്റ് വിൽ ടേക്ക് ദി അക്വാനോട്സ് ടു ദി ഡീപ് സീ. സോ ദിസ് വെഹിക്കിൾ ഇസ് കോൾഡ് മത്സ്യ 6000. സോ ദിസ് ഇസ് ഡിസൈൻഡ് ടു ലൈക്ക് എ ബിഗ് ഫിഷ് വെറൻ ദ പേഴ്സണൽ സ്ഫിയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഹ്യൂമൻസിനെ ഹൗസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് വെഹിക്കിൾ വിൽ ഹാവ് ദ കേപ്പബിലിറ്റി ഓഫ് സസ്റ്റെയിനിങ് 3 ഹ്യൂമൻ ലൈഫ്സ് ഫോർ എന്താ പറയുക ഫോർ എ പീരീഡ് ഓഫ് 12 hours. ഇതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 96 hours അവരെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള കരുതലുകൾ നമ്മൾ ഇതിനകത്ത് നടത്തുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഒരുപാട് പ്രഷർ വേരിയൻറ്റ് വരും എന്നുള്ളത്. നമ്മൾ ഡീപ് സീയിലേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രഷറായിരിക്കും. അപ്പോൾ ആ പ്രഷറിന് ഇതാക്കാനായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റീലിൽ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ആ സ്റ്റീൽ ഇതിന് മതിയാവുമോ? പോരാ. സ്റ്റീൽ ഇസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ബിയർ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് 6000 meters. Under the deep sea, which is 600 times that on the surface. സർഫസിലുള്ളതിനെക്കാട്ടിലും 600 times the pressure ആണ് ആ ഒരു ഡെപ്തിൽ നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ആക്ച്വൽ പേഴ്സണൽ സ്പിയർ ഈസ് ഗോയിങ് ടു ബി മെയ്ഡ് ഓഫ് ടൈറ്റേനിയം അലോയ്, വിച്ച് ഇസ് കൺസിഡർഡ് വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് metals that we have on earth right now. So ഇതിനകത്ത് what are the challenges that we are going to face in the deep sea exploration? ഇതിനകത്ത് in the depths of the ocean, the environment conditions are extremely inhospitable for humans. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ദ വെസൽ ഡെവലപ്മെൻറ്റിൽ തന്നെ ഒരുപാട് ചലഞ്ച് ഉണ്ട്. ദ ഫസ്റ്റ് ചലഞ്ച് ഇസ് ഇൻ ഡെവലപ്പിംഗ് എ വെസൽ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് സസ്റ്റെയിനിങ് ലൈഫ് ഇൻ ദി ഡീപ് സീ. ടൈറ്റേനിയം അലോയ് വിത്ത് 80 mm തിക്നെസ് വാസ് ചോസൺ ഫോർ ഇറ്റ് സ്ട്രെങ്ത്. പക്ഷേ ഈ ടൈറ്റേനിയം എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ആൻഡ് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് കൺട്രീസ് ആർ നോട്ട് വില്ലിംഗ് ടു ഷെയർ ദറ്റ്. അപ്പോൾ നമ്മൾ കണ്ടു ചൈന എങ്ങനെയാണ് അവരുടെ പ്രൊഡക്ഷൻ ലൈൻസിനെ കൺട്രോൾ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നോക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ടൈറ്റേനിയം ദേ ഡോണ്ട് വാണ്ട് ടു
ഷെയർ വിത്ത് ദി അതർ കൺട്രീസ്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചാണ് വെസൽ ബിൽഡിങ്ങിൽ. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രത്തോളം പ്രിസിഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എ 0.2 mm deviation can lead to the collapse of the structure because it is under such a huge extreme pressure, 600 times the pressure that is in the surface. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസ് ആ ഒരു സ്പിയറിനകത്ത് വന്നു കഴിഞ്ഞാൽ പോലും മൊത്തത്തിൽ കൂടെ പൊട്ടി ആ ഒരു പ്രഷറിൽ മൊത്തത്തിൽ കൂടെ ബേസ്റ്റായി എല്ലാവരും മരിച്ചു പോകുന്ന ഒരു കേസ് വന്നേക്കാം. ആൻഡ് ദ സ്പിയർ ഇസ് ടു ബി ഫാബ്രിക്കേറ്റഡ് ത്രൂ പ്രിസിഷൻ ടെക്നിക് ലൈക്ക് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. അതിനകത്ത് ഒരു ഹൈ വെലോസിറ്റി ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ മെൽറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. ഈ സാധനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇസ്രോ ആണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ കൊളാബറേഷൻ. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന് അടിയിൽ വരുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഒരു പാർട്ട് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ബിൽഡ് ബൈ ഇസ്രോ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. വി ആർ അച്ചീവിങ് എന്താ പറയുക പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മേലുള്ള ഒരു കോർഡിനേഷനാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് സൈൻ. പക്ഷേ ദ മെയിൻറ്റെയിനിങ് ദ എൻവയൺമെൻറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് അസ്ട്രോനോട്ട്സ് വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു ദി പേഴ്സണൽ സ്പേസ്. നമ്മൾ പറഞ്ഞ പേഴ്സണൽ സ്പേസിലേക്കായിരിക്കും റെസ്ട്രിക്ട് ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ ഓക്സിജൻ ലെവൽസിനെ ക്രിട്ടിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്ക്രബ്ബേഴ്സ് എന്ന് പറയുന്നത്. ദേ വിൽ അബ്സോർബ് ദി ഹാംഫുൾ ഗ്യാസസ്. സോ ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഇത് ഇപ്പം നമ്മൾ നേരത്തെ എമർജൻസി കണ്ടീഷൻസിൽ 96 hours വരെ നിൽക്കാമെന്ന് കണ്ടില്ലേ. അപ്പോൾ അതിനകത്ത് ഇറ്റ് ഈസ് ഓൾസോ വിൽ ബി എക്വിപ്ഡ് വിത്ത് പ്രീ പാക്ഡ് റീബ്രീത്തർ ഓക്സിജൻ സിസ്റ്റം ഇനി എമർജൻസി ഉണ്ടാകണമെങ്കിൽ ചെയ്യാനായിട്ട്. ആൻഡ് റീസർക്കുലേറ്റഡ് എക്സൈൽഡ് ഹെയർ ആഫ്റ്റർ റിമൂവിംഗ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ആഡിങ് ഓക്സിജൻ. ഈ പറഞ്ഞ റീബ്രീത്തർ ഓക്സിജൻ സിസ്റ്റംസ് ചെയ്യുന്നത് നമ്മൾ എക്സൈൽ ചെയ്ത എയറിനെ അവർ തിരിച്ച് എടുത്ത് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് ഓക്സിജനെ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് നമ്മളിപ്പോൾ സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പേ സുഭാൻഷു ശുക്ല ഹി അണ്ടർവെൻറ്റ് എ ലോട്ട് ഓഫ് ട്രെയിനിങ് ബിക്കോസ് സ്പേസിലായാലും ഡീപ് സീലായാലും യു ഹാവ് ടു ബി വെരി ഫിസിക്കലി ഫിറ്റ് ഇൻ ഓർഡർ ടു കണ്ടക്ട് ദോസ് എക്സ്പെരിമെൻറ്റ്സ് ഈവൻ ഇൻ ഓർഡർ ടു ട്രാവൽ ദാറ്റ് മച്ച്. സോ ദ ഫിസിക്കലി ഫിറ്റ് ദ അക്വനോട്ട് ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് ടു കണ്ടക്ട് ദ മിഷൻസ് ആൻഡ് ദേ കനോട്ട് ആക്സസ് ദി വാഷ്റൂംസ്. അതുകൊണ്ടാണ് ഈ ഒരു 12 hours എന്നുള്ള ടൈം തന്നെ വെക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു ലൈക്ക് നമ്മൾ പ്രഷറൊക്കെ തുറക്കുന്ന സമയത്ത് പൈപ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ബേസ്റ്റിംഗ് ഔട്ട്. സോ ഇറ്റ് ഷുഡ് ബി ഭയങ്കര പാക്ഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഡ്യൂറേഷൻ ആയിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ മാത്രമല്ല നമുക്ക് സാധാരണ രീതിയിൽ അറിയാം റേഡിയോ വേവ്സ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ അണ്ടർഗ്രൗണ്ടിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്. സോ അക്വസ്റ്റിക് ടെലിഫോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെർ ദ ഇൻഫർമേഷൻ ലാഡൻ സൗണ്ട് വേവ്സ് ടു ദേ ക്യാരി ദ ഇൻഫർമേഷൻ ലാഡൻ സൗണ്ട് വേവ്സ് ടു എ റിസീവർ വിച്ച് ഇസ് പ്ലേസ്ഡ് ജസ്റ്റ് അണ്ടർനീത്ത് ദ സർഫസ് വാട്ടറിൻ്റെ ജസ്റ്റ് താഴെ ഒരു റിസീവർ വെച്ചിട്ടുണ്ടാവും. അതുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്വസ്റ്റിക് ടെലിഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. വൺ ഗുഡ് തിങ് ഇസ് ദാറ്റ് ദിസ് ടെക്നോളജി ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ, ദി അക്വസ്റ്റിക് ടെലിഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ 2027 ഈ ഒരു എയിമിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യും എന്നാണ് നമ്മൾ കരുതുന്നത്. സോ ഹോപ്പ് വി സക്സീഡ് ഇൻ ദിസ്. സോ യു മസ്റ്റ് നോട്ട് ഡൗൺ ദി ചലഞ്ചസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫേസ്. ഇറ്റ് ക്യാൻ ബി എ പ്രോബബിൾ മെയിൻസ് ക്വസ്റ്റ്യൻ എനി ടൈം, പ്രോബബ്ലി ബൈ ദി ഇയർ ദാറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ്. ആ ഒരു 26-27 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് വരുമ്പോഴത്തേക്കും പ്രോമിനൻ്റ് ആയിരിക്കും ആ സമയത്ത് ന്യൂസിൽ. ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അത്ര മാത്രമേ നമുക്ക് നോക്കാനായിട്ടുള്ളൂ. ഇനി അടുത്ത കേസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ദ കേസ് ഫോർ എ GST കോമ്പൻസേഷൻ. അപ്പോൾ ഇത് ഇന്ന് പത്രത്തിൽ വന്നതാണ്. നമ്മൾ GST നമ്മൾ റിഫോംസ് നമ്മൾ കണ്ടു. ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ വി ആർ ഗോയിങ് ടു റാഷണലൈസ് ദി GST റേറ്റ് സ്ലാബ്സ്. അതിനെ നമ്മൾ 5%-ഉം 18%-ലേക്ക് മാത്രമാക്കി നമ്മൾ ചുരുക്കാൻ പോവുകയാണ്. പ്ലസ് അഡീഷണൽ ഒരു 40% ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ സിൻ ഗുഡ്സ് ആൻഡ് അതർ തിങ്സ്. സോ ഇത് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് റവന്യൂ ലോസസ് ഉണ്ടാവും എന്നുള്ളതാണ് കേരള ഇപ്പോൾ ദേ ആർ ഗോയിങ് ടു സേ. കാരണം നമ്മൾ കേരള പറയുന്നത് ദ ഡബിൾ വാമി, 2 എഫക്റ്റ് ഉണ്ട്. US താരിഫിൻ്റെയും GST പ്രപ്പോസൽസിൻ്റെയും കാരണം സ്റ്റേറ്റ് സ്റ്റാൻഡ്സ് ടു ലൂസ് അറ്റ്ലീസ്റ്റ് 8,000 crore ഇൻ ഇറ്റ്സ് റവന്യൂ. സോ ഈ റവന്യൂ ലോസ് വരുന്നത് കൊണ്ട് the center must consider of giving the states the GST compensation. അപ്പോൾ എങ്ങനെയാണ് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. 2017 ഈ ഒരു GST വരുന്നത് ഇന്ത്യയിൽ വരുന്നത്. ജസ്റ്റ് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ കാരണം ഇതൊക്കെ ഒരു പഴയ കഥയായി. അപ്പോൾ നമ്മൾ കൂടുതൽ കടന്ന് വിവരിക്കേണ്ട കാര്യമില്ല. ബട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് വർക്ക്സ്. 2017 ഈ GST വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ വാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെജീമായിരുന്നു. അപ്പോൾ വാറ്റ് മാറ്റി GST വരുമ്പം there were apprehensions that നമുക്ക് സ്റ്റേറ്റ്സിന് ഇപ്പോൾ ഈ പറയുന്നത് പോലെ റവന്യൂ ലോസ് ഉണ്ടാവും. കാരണം ഇതിനൊരു യൂണിഫോം ആയിട്ടൊരു സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് there was a compensation mechanism. അതിനൊരു പ്രത്യേക ആക്ട് ഒക്കെ ഉണ്ട്. കോമ്പൻസേഷൻ സെസ് പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊരു പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഗുഡ്സിൻ്റെ മേലിൽ ഒരു പ്രത്യേക ടാക്സ്, അഡീഷണൽ ടാക്സ് ചുമർത്തിയിട്ട് അതിൽ വരുന്ന റവന്യൂ അതൊരു പൂളിൽ വെക്കും. ഇനി ഈ പൂളിൽ നിന്ന്
എത്രയാണോ റവന്യൂ ഷോർട്ട് ഫോൾ ഈ സ്റ്റേറ്റ്സിന് വരുന്നത് അവർക്ക്, അതായത് നോമിനലായിട്ട് ഒരു റേറ്റ് കൊടുത്തു. അതായത് ഇപ്പോൾ 2017 ഒരു റവന്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇത്ര ശതമാനം കൂടുതലായിരിക്കും 2018 ഉണ്ടാവുക, 2019 അതിൻ്റെയും കുറച്ചുകൂടി ശതമാനം കൂടുതലായിരിക്കും ഉണ്ടാവുക എന്നൊരു നോർമൽ റേറ്റിൽ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് എത്രമാത്രം ഷോർട്ട് ഫോൾ ആണ് ആ വർഷം ഉണ്ടാവുന്നതോ ആ ഷോർട്ട് ഫോൾ എമൗണ്ട് ഈ കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ടിൽ നിന്ന് അവർ കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഫണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ടിനകത്ത് ഈ സെസ് വഴി വരുന്ന സാധനം ഇതിനകത്ത് ഫണ്ട് നിറയും, എന്നിട്ട് ഈ ഫണ്ടിൽ നിന്ന് എത്രത്തോളം ഷോർട്ട് ഫോൾ വരുന്നോ അത് സ്റ്റേറ്റ്സിന് കൊടുക്കും. ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദിസ് വാസ് ടു ബി ആപ്ലിക്കബിൾ ഫോർ 5 years ഫ്രം 2017 എന്ന് പറയുന്നത്. അതായത് 2022 വരെയാണ് ഈ സംഭവം ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ നമുക്കറിയാം 2020 ആയപ്പോഴത്തേക്കും കോവിഡ് വന്നു. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് GST എങ്ങനെ വരുന്നത്, നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ടാക്സ് പേ ചെയ്യുന്ന സമയത്താണ് GST ആക്ച്വലി അക്യുമുലേറ്റ് ആവുന്നത്. ഒരുപാട് പേര് ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് റവന്യൂ വരും, അപ്പോൾ ഒരുപാട് നാശനഷ്ടം വന്നു. അപ്പോൾ ആ സമയത്ത് വാട്ട് ദ സെൻട്രൽ ഡിഡ് വാസ്, അവർ ലോൺ എടുത്തു. അപ്പോൾ ലോൺ എടുത്തതിന് ശേഷം അവർക്ക് റവന്യൂ ലോസിനെയൊക്കെ അവർ ഇതാക്കാം. പക്ഷേ ഈ 2022 ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ, ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്. ഈ കോമ്പൻസേഷൻ സെസ് ഇസ് ലിവീഡ് ഓൺ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗുഡ്സ്. സ്പെസിഫിക് ഗുഡ്സിനടുത്ത് നമ്മൾ സെസ് ലിവ് ചെയ്യുന്നു, നമ്മൾ ടാക്സിന് അഡീഷണൽ ടാക്സ് ആയിട്ട് ലിവ് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിനാണ് കോമ്പൻസേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും നമ്മൾ 22 വരെയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ 2021 ആയപ്പോഴത്തേക്കും കോവിഡ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സെൻട്രൽ ഗവൺമെൻറ് ആക്ച്വലി ബോറോഡ് ദി മണി. സെൻട്രൽ ഗവൺമെൻറ് ബോറോഡ് ദി മണി ഫ്രം ദി മാർക്കറ്റ്. എന്നിട്ട് സ്റ്റേറ്റ്സിന് അവരുടെ ആ നഷ്ടം സഹിക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷെ അവരൊരു ക്ലോസ് വെച്ചു, ഇത് സെൻട്രൽ ഗവൺമെൻറ് ബോറോ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവർ കടമെടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കടത്തിന് തിരിച്ചടയ്ക്കാൻ വേണ്ടി വീണ്ടും ഒരു 5 years ഈ കോമ്പൻസേഷൻ സെസ് നമ്മൾ പിരിക്കും. ഏതാ, കോമ്പൻസേഷൻ സെസ് വിൽ ബി ലിവീഡ് ഫോർ 5 years. 5 yearsന് സെസ് ലിവ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ വരുന്ന പ്രൊസീഡ്സ് ഉണ്ടല്ലോ, ഇത് സ്റ്റേറ്റ്സിന് ഷെയർ ചെയ്യില്ല. ഈ പറഞ്ഞ സെസ് സ്റ്റേറ്റ്സിന് ഷെയർ ചെയ്യില്ല. ആൻഡ് ദിസ് amount that is going to get accumulated for the next 5 years, അത് വിൽ ബി ഗിവൺ ടു വാട്ട് ദി റീപേയ്മെൻറ്റ് ഓഫ് ദിസ് ലോൺസ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാലാവധി ഇപ്പോൾ തീർന്നു വരികയാണ്. അപ്പോൾ അത് തീർന്നു വരുന്ന സമയത്ത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ US-ൻ്റെ താരിഫും GST-യുടെ നെക്സ്റ്റ് റിഫോംസും ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി വരുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റേറ്റ്സ് ആർ നൗ ആക്ച്വലി എന്താ പറയുക, റിന്യൂവിങ് ദെയർ ഡിമാൻഡ് ഫോർ എക്സ്റ്റെൻഡിങ് ദിസ് കോമ്പൻസേഷൻ. ഇപ്പം കോമ്പൻസേഷനിൽ കിട്ടുന്ന പൈസകളൊന്നും സ്റ്റേറ്റ്സിന് പോകുന്നില്ല. ദിസ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. കാരണം ഇത് നേരത്തെ ലോൺ എടുത്ത കോവിഡിൻ്റെ സമയത്ത് ലോൺ എടുത്തതിനെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി പക്ഷേ ഇപ്പോൾ റവന്യൂ ലോസ് വരുന്നത് കൊണ്ട് ഇതിനെ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് പല സ്റ്റേറ്റ്സിൻ്റെയും ആവശ്യമായിട്ട് വരുന്നത്. ഇതാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നമ്മുടെ ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു സംഭവമാണ്. യൂഷ്വലി ഇൻ്റർവ്യൂസ് നമ്മൾ വായിക്കാറില്ല, ബട്ട് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇതിനകത്ത് വേറൊന്നുമല്ല, നമ്മൾ ആദ്യം പറയുന്ന കഥയൊന്നും വേറൊന്നുമല്ല. ഒരു 4 tier സ്ട്രക്ചർ ആയിരുന്നു, അതിനിപ്പോൾ നമ്മൾ 2 tier സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഓവറോൾ ടാക്സ് റേറ്റിന് കുറയ്ക്കുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്ന ഒരു ഏകദേശം ഒരു 11%, 11.5% ആണ് നമ്മുടെ ഇപ്പോൾ ആവറേജ് ടാക്സ് റേറ്റ്സ്. അപ്പോൾ ഈ ഒരു ഇത് വരുമ്പോഴത്തേക്കും ലെസ് ദാൻ 10% ടാക്സ് റേറ്റ് ആയി മാറും എന്നാണ് എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ അനലിസ്റ്റ് ഒക്കെ കണക്കാക്കപ്പെടുന്നത്. വിച്ച് ഇസ് ആക്ച്വലി ഗുഡ് വെൻ വി കമ്പയർ വിത്ത് ദി ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ടാക്സ് ആവറേജ് ടാക്സ് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 10% is a pretty moderate, good one. So this will actually attract manufacturers to manufacture more, and നമ്മുടെ എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് how much revenue we are going to really give up. So this is this rationalization of multiple slabs. അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടൈമിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ്സ് പറയുന്നത് തന്നെ ഒരു 60,000 crore മുതൽ 1 lakh crore per year വരെ നമുക്ക് ചിലപ്പോൾ നഷ്ടം വന്നേക്കാം. സെൻറ്റർ പറയുന്നത് 60,000 crore ആണ് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി 0.2 to 0.3% ഓഫ് ഇന്ത്യാസ് GDP. വെരി 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 മിനിമലാണ്. 0.2 to 0.3% ഓഫ് ഇന്ത്യാസ് GDP. പക്ഷേ ഈ ഫസ്റ്റ് ഇയർ ഇപ്പോൾ പ്രോബബ്ലി ബൈ ദീപാവലി ഇവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുവരെ GST നോർമലാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റ് മാറി വരുമ്പോഴത്തേക്കും ഈ ഒരു വർഷത്തിന് മേ ബി ഒരു 45,000 ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് നഷ്ടം വരുന്നത്. അത് പിന്നെ അതിനുശേഷം 60 crore to 1 lakh crore വരെ നഷ്ടം വന്നേക്കാം എന്നാണ് പറയുന്നത്. സോ ദിസ് ഹയർ റേറ്റ് ഓൺ ഇപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്തത് എന്തൊക്കെ ചെയ്യും? അപ്പോൾ നമ്മളൊരു 40% ഒരു സ്ലാബിൻ്റെ കാര്യം മെൻഷൻ ചെയ്തു. അപ്പോൾ അത് സിൻ ഗുഡ്സിനും ലക്ഷറി ഗുഡ്സിനും വേണ്ടിയിട്ട്, ഇപ്പോൾ ലക്ഷറി കാർസ് ഒക്കെ ഉണ്ട്, ഒരു 20 lakhs മേളിൽ വരുന്ന ബെൻസ് ഓർ
BMW ക്രോർസ് ഓഫ് റുപ്പീസ് വരുന്നതിനകത്തൊക്കെ അഡീഷണൽ 40% ടാക്സ് ആണ് അതിനകത്ത് പോകുന്നത്. അപ്പോൾ ഇതേപോലത്തെ ലക്ഷറി ഗുഡ്സിനും സിൻ ഗുഡ്സ്, ടൊബാക്കോ, അങ്ങനത്തെ സിൻ ഗുഡ്സ് ആയിട്ടുള്ള പറയുന്ന സാധനങ്ങളിനകത്തൊക്കെ നമ്മൾ 40% ടാക്സ് വരും. ദിസ് വിൽ റീകൂപ്പ് സം റവന്യൂ. പ്ലസ് ഈ ടാക്സ് റേറ്റ്സ് വെൻ ദേ ഗോ ഡൗൺ, ദി എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് ഡ്യൂറബിൾസിൻ്റെ ടാക്സ് റേറ്റ് കുറയുന്ന സമയത്ത് ദ കൺസംഷൻ വിൽ ജനറലി ഗോ അപ്പ്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മൾ പറഞ്ഞ സമയത്ത് ആ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ദ ഗവൺമെന്റ് എക്സ്പെക്ട്സ് ദി കൺസംഷൻ ടു ഗോ അപ്പ്, എസ്പെഷ്യലി ബിക്കോസ് ദ ടാക്സ് റേറ്റ്സ് ആർ കമ്മിങ് ഡൗൺ, പ്ലസ് ദേ ആർ ഗോയിങ് ടു അനൗൺസ് ഇറ്റ് ഡ്യൂരിങ് ദി ദീപാവലി ടൈം. സോ ദീപാവലി ടൈമിൽ യൂഷ്വലി പീപ്പിൾ വിൽ പർച്ചേസ് എ ലോട്ട്. ഓൾറെഡി കൺസംഷൻ കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ ദിസ് വിൽ ബി ബൂസ്റ്റിംഗ് ദി കൺസംഷൻ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സോ കൺസംഷൻ ജനറലി ഗ്രോസ് അപ്പ്. സോ ഇഫ് യു പുട്ട് മോർ പീപ്പിൾ ഇൻ ടു ദി ഫോർമർ ബില്ലിംഗ് സിസ്റ്റം, യു ക്യാൻ റെഡ്യൂസ് ദ ലീക്കേജസ്. ബിക്കോസ് ഇത് നമ്മൾ ടാക്സ് കംപ്ലയൻസ് ആൻഡ് ലീക്കേജസിന് റെഡ്യൂസ് ചെയ്യുന്ന മെഷേഴ്സും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബില്ല് മേടിക്കുക എന്നുള്ള, നമ്മൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും ബില്ല് മേടിച്ച് സാധനം മേടിക്കുക, നമ്മൾ ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ ബില്ലിനെ കർശനമാക്കി ചെയ്യുക, കുറച്ചുകൂടെ ഇൻസ്പെക്ഷൻസ് കൂട്ടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലീക്കായി പോകുന്ന ഒരുപാട് പൈസ ഉണ്ടല്ലോ, ടാക്സ് വെട്ടിച്ച് നടത്തുന്ന കച്ചവടങ്ങളെ നമുക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ടാക്സ് നമുക്ക് കിട്ടാം, ലീക്കേജസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. സോ ഇനീഷ്യലി ഒരു ഡിപ്പ് ഉണ്ടാവും, പക്ഷേ കംപ്ലയൻസ് കൂടുന്തോറും, ഒരു ഇൻക്രീസ്ഡ് ഡിമാൻഡ് കൂടുന്തോറും, കംപ്ലയൻസ് കൂടുന്തോറും പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കംപ്ലയൻസ് കൊണ്ടുവരിക, കൂടുതൽ പേരെ GSTയിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ച് GST കംപ്ലയൻറ്റ് ആക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പോൾ അബൌട്ട് 70%, കാരണമല്ല, ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കണ്ടത് ഇതാണ്. നമ്മൾ ഈ എന്തുകൊണ്ടാണ് 5%ഉം 18% ആക്കിയത്? ഈ 12%ഉം 28% എന്ന് പറഞ്ഞ 4 സ്ലാബിനകത്ത് 12ഉം 28ഉമാണ് നമ്മൾ കളഞ്ഞത്. 5 and 18 റീറ്റെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ്? 70% ഓഫ് ദി GST റവന്യൂ കംസ് ഫ്രം ദി 18% സ്ലാബ്. സോ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് മെറ്റീരിയലി. കാരണം ഇതിനകത്ത് മാറ്റം വരാത്തത് കൊണ്ട് തന്നെ റവന്യൂവിൽ 70% ഇറ്റ് റിമെയിൻസ് അൺഎഫക്റ്റഡ് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ദിസ് ഇസ് വൈ GST 18% സ്ലാബ് വാസ് നോട്ട് ചേഞ്ച്ഡ്. ദിസ് ഇസ് ദ റീസൺ. ബിക്കോസ് അതിനെ തൊട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് റവന്യൂ ലോസ് വരും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ദാറ്റ് ഇസ് വൈ ദേ ഡിഡ് നോട്ട് വാണ്ട് ടു ടച്ച് ദ 18% സ്ലാബ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ റീസൺ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ GSTക്ക് മുന്നേ ഏകദേശം ഒരു 15% ആയിരുന്നു നമ്മുടെ ആവറേജ് റേറ്റ്. GST വന്നപ്പോഴത്തേക്ക് ഏകദേശം 11.5% ആയി. ഇപ്പോൾ ഈ ഒരു റിഫോംസും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആവറേജ് റേറ്റ് ക്യാൻ ബി 10%. ദിസ് ഇസ് ഇൻ ഇറ്റ് പുട്സ് ഇന്ത്യ വിത്ത് ദി ബെസ്റ്റ് ഓഫ് ദി ഡെവലപ്ഡ് എക്കണോമീസ്. സോ ഇറ്റ് ഇസ് എ വെരി മോഡറേറ്റ് റേറ്റ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് കാര്യം വരുന്നത്, വൺ തിങ് യു മസ്റ്റ് നോ ഇസ്, നമ്മൾ നേരത്തെ പറഞ്ഞു GST കോമ്പൻസേഷൻ, റവന്യൂ ലോസ് വരുന്നത് നമ്മൾ സ്റ്റേറ്റ്സ് ദേ വർ ആക്ച്വലി കോമ്പൻസേറ്റിംഗ് ദം. പക്ഷേ ഈ റവന്യൂ ലോസ് വരുന്നത് എല്ലാ സ്റ്റേറ്റ്സിനും ഒരുപോലത്തെ ലോസ് ആയിരിക്കില്ല. ബിക്കോസ് നമുക്കറിയാം GST എന്ന് പറയുന്നത് ഒരു കൺസംഷൻ, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് ആണ്. അപ്പോൾ എവിടെയാണോ കൺസംഷൻ കൂടുതലുള്ളത് ആ സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ ടാക്സ് റവന്യൂ കൂടുതൽ വരുന്നത്. അങ്ങനെ വരുമ്പം റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈക്വൽ. ദ ഇമ്പാക്ട് ഓഫ് ദ ഓൺ ദ സ്റ്റേറ്റ്സ് ഇസ് നെവർ ഗോയിങ് ടു ബി യൂണിഫോം. ബിക്കോസ് വലിയ മാനുഫാക്ചറിങ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാടു, ഇവർക്കൊക്കെ ഭയങ്കര സർവീസ് റിവണും മാനുഫാക്ചറിങ്ങും കൂടുതലാണ് അർബൻ സെൻറ്റേഴ്സിൽ. ഇപ്പോൾ ഇവിടെ GST റെഡ്യൂസസ്, ഇപ്പോൾ GST റേറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് അവരെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. പക്ഷേ നമുക്ക് സ്റ്റേറ്റ്സ് ലൈക്ക് ബീഹാർ ആൻഡ് ഉത്തർപ്രദേശിൽ ഇതേ പ്രൈമർലി റിലേ ഓൺ അഗ്രികൾച്ചർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു സീ ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് ഡെന്റ് ഇൻ the revenue. This is simply because the consumption basket is different. Because നമ്മൾ പറഞ്ഞു destination based tax ആണ്, which means consumption എന്തൊക്കെ ചെയ്യുന്നു അതിലേക്കായിരിക്കും ടാക്സ് വരുന്നത്. അപ്പോൾ കൺസംഷൻ ബാസ്ക്കറ്റ് മാറുന്നതോറും ടാക്സ് റവന്യൂയുടെ രീതിയിലും മാറും. അപ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ബി ടിൽറ്റഡ് ടുവേർഡ്സ് ദി എസെൻഷ്യൽസ് വിച്ച് ആർ ഓൾറെഡി എക്സംപ്റ്റഡ് അണ്ടർ ദി ലോവർ സ്ലാബ്. അപ്പോൾ ഇതിനകത്ത് കഥയൊന്നുമല്ല, നമ്മൾ നേരത്തെ പറയുന്നത് പോലെ എങ്ങനെയാണ് 2017 വന്നു, 5-year പീരീഡിനായിരുന്നു, ലോങ് പീരീഡ് ഓഫ് ട്രാൻസിഷൻ. ഇപ്പോൾ ഇതിന് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദി സെൻറ്റർ ടു കീപ് കോമ്പൻസേറ്റിംഗ് ദി സ്റ്റേറ്റ്സ് ബിക്കോസ് ഇതൊരു റെഗുലർ ആയിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. സോ സ്റ്റേറ്റ് മസ്റ്റ് ടേക്ക് ദെയർ ഓൺ മെഷേഴ്സ് ടു ഗെറ്റ് ദെയർ ടാക്സസ് വെൽ അപ്പ് എന്നുള്ള രീതിക്കാണ് ഈ ഓതേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ബേസിക്കലി നോക്കേണ്ടതായിട്ടുള്ളത്. വേറൊന്നും ഇതിനകത്ത് അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ ഇവർ ഒരു ജസ്റ്റ് ഒരു ഇത് പറയുന്നത് തന്നെ ഒരു സെപ്പറേറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സെപ്പറേറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളയിൽ 2018 ഫ്ലഡ്സ് ഉണ്ടായ സമയത്ത് വാട്ട് വി ഡിഡ് വാസ് നമുക്കൊരു കേരളയിലെ സ്പെഷ്യൽ സെസ് നമുക്ക് കേരളയ്ക്ക് വേണ്ടി മാത്രം ഒരു ഇളവുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ ഫണ്ട്സ് റേസ് ചെയ്തു. അതുപോലെ തന്നെ പാർട്ട് ഓഫ് ദി GST ക്യാൻ ഗോ ടു ദി കണ്ടിൻജൻസി ഫണ്ട്. ഇത് നമ്മുടെ ഒരു ഇന്ത്യയിലൊരു ഫണ്ടാണ്. ആ കണ്ടിൻജൻസി, ആ ഫണ്ട് ഈ ഫണ്ട് വേറെയാണ് കേട്ടോ. കണ്ടിൻജൻസി ഫണ്ട് പോലത്തെ ഒരു സ്പെഷ്യൽ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സ്പെസിഫിക് നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേറ്റ്സിനൊക്കെ അൺഈക്വൽ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക് കൺസേൺ അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. GST കൗൺസിൽ മേ അലോക്കേറ്റ് ദ ഫണ്ട്സ് എന്നുള്ള രീതിക്കാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടത്, 2-3 സന്ദർഭങ്ങളിലൊഴികെ GST കൗൺസിലിലെ എല്ലാ ഡിസിഷൻസും നമ്മൾ പറഞ്ഞ മെജോറിറ്റി ഒന്നുമില്ലാതെ കൺസെൻസസ് എല്ലാവരും കൂടി ചേർന്ന്
ഉണ്ടാക്കിയത്. ഇത് ഇനി അങ്ങനെ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. വേറൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാണെന്ന് കരുതുന്നു. സോ ഹോപ്പ് യു ഗോട്ട് ദി ഹോൾ ഐഡിയ ഓഫ് കോമ്പൻസേഷൻ ഐഡിയ. സോ വിൽ നൗ ക്വിക്ലി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ആർട്ടിക്കിൾസ്. ഇത് വേറൊന്നുമല്ല, നമുക്കറിയാം ഒരുപാട് മൺസൂണിൽ ഒരുപാട് വേരിയബിലിറ്റി വരുന്നത് കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ജമ്മു കാശ്മീരിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മളൊരു ലാൻഡ് സ്ലൈഡ് പ്രോബബിലിറ്റി പ്രോൺ ഇൻഡെക്സിൻ്റെ സാധനം നമ്മൾ നോക്കുന്ന സമയത്ത് 12% ഓഫ് ദ ഏരിയ ഇൻ ജമ്മു കാശ്മീർ ഹാസ് ബീൻ മാർക്ക്ഡ് വിത്ത് ഹൈലി സസെപ്റ്റബിൾ കാറ്റഗറി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. ദർ ഇസ് നോട്ട് മച്ച് ഇൻഫോ, യു ക്യാൻ റീഡ് ഇറ്റ് യുവർ സെൽഫ്. പക്ഷേ ഇതിനകത്ത് എന്താ പറയുന്നത്, ഹിന്ദുവിൽ വന്നിട്ടുള്ള കാര്യത്തിന് പറയുന്നത്, ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പം നമുക്ക് ഒരുപാട് ഇൻസ്റ്റൻസസ് ഇങ്ങനെയായി. അപ്പോൾ നമ്മളിങ്ങനത്തെ ഫ്ലാഷ് ഫ്ലഡ്സ് നടക്കുന്ന സമയത്ത് അയ്യോ അതങ്ങനെ സംഭവിച്ചു പോയി, പെട്ടെന്ന് അങ്ങ് സംഭവിച്ചു പോയി, പ്രകൃതിയുടെ വികൃതി എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും? കാരണം കഴിഞ്ഞ വർഷവും സംഭവിച്ചു, ഈ വർഷവും സംഭവിക്കുന്നു, ഇനി അടുത്ത വർഷവും ഇതിനെക്കാട്ടിലും രൂക്ഷമായിട്ടുള്ള രീതിയിൽ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ അയ്യോ അത് പ്രകൃതിയായിട്ട് നടക്കുന്ന, നാച്ചുറലായിട്ട് നടക്കുന്ന ഡിസാസ്റ്ററിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കൈവരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വി മസ്റ്റ് ആക്ട് പ്രൊആക്റ്റീവ്ലി എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ദേജാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരെണ്ണം നേരത്തെ നടന്നു, ഹാവിങ് ഓൾറെഡി എക്സ്പീരിയൻസ് ദ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വീണ്ടും, പക്ഷെ നമ്മൾ അതേ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ പഞ്ചാബിലൊക്കെ ഭയങ്കര എൻറ്റയർ ഓഫ് ദി വില്ലേജ് ഹാഡ് ബീൻ ഇന്നൻഡേറ്റഡ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ ദർ ഇസ് ദ ഇൻറ്റൻസിറ്റി ആൻഡ് വോളിയം ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹാവിങ് ഷാർപ്ലി സ്വിംഗിങ് ബിറ്റ്വീൻ ദി എക്സ്ട്രീംസ്. ചിലപ്പോൾ മഴയെ കിട്ടാറില്ല, പക്ഷേ ചിലപ്പോൾ ഭയങ്കര മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഹിമാലയൻ റീജിയനിലെ ആ ഒരു ഫ്രജിലിറ്റി നമ്മൾ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് അക്രോസ് ദി ജോഗ്രഫീസ് ഇറ്റ് ഇസ് ആക്ച്വലി ഇൻക്രീസിങ് ദി അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ദി മൺസൂൺ. സോ ഇൻറ്റൻസ് റെയിൻ കുറച്ച് ഷോർട്ട് പീരീഡിൽ വരുമ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ഇറോഷൻ സംഭവിക്കുന്നു. നമ്മൾ ക്ലൗഡ് ബേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ വരുന്നുണ്ട്. The knowledge that concentrated destructive rainfall is now a recurring possibility makes it imperative for the states to invest in preventive strategies. അപ്പോൾ ഇതിപ്പോൾ നടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എ റിയാലിറ്റി റൈറ്റ് നൗ. സോ സ്റ്റേറ്റ്സ് ഇത് വെറുതെ നടക്കുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം, അതായത് നടന്നതിന് ശേഷം എല്ലാവരും റിലീഫ് മെഷേഴ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രൊആക്റ്റീവ്ലി സ്റ്റെപ്സ് എടുക്കണം. സോ കണ്ടിന്യൂയിങ് ടു ട്രീറ്റ് സച്ച് ഇവൻറ്റ്സ് ആസ് അൺഫോർസിയബിൾ എമർജൻസീസ് ഇസ് ടു ഡിനൈ ദ എവിഡൻസ് ഓഫ് ഓൾറെഡി അറ്റ് ഹാൻഡ്. നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, ഇതിന് നടക്കാൻ പോകുന്നു നമുക്ക് അറിയുകയും ചെയ്യാം. അറിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറയുന്നത്. സോ ഇന്ത്യയുടെ ഫ്രെയിമിംഗ് സച്ച് കലാമിറ്റി ആസ് അൺപ്രസിഡന്റഡ് ഡിസ്ട്രാക്ട്സ് ഫ്രം ദി ലെസൺസ്. അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം, നമ്മൾ കണ്ടു നമ്മുടെ കേരളയിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. വയനാടിൻ്റെ ലാൻഡ്സ്കേപ്പ് വന്നപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഹിമാലയൻ സ്റ്റേറ്റ്സിൽ ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. അപ്പോൾ അവിടെ ഇതേപോലത്തെ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനൊക്കെ നമ്മൾ ക്ലിയറൻസ് കൊടുക്കുന്നതും, ഇതേപോലെ റോഡ് വൈഡനിങ്ങിന് കൊടുക്കുന്നതും, ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് കൊടുക്കുന്നതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ലാൻഡ് വീണ്ടും വീണ്ടും അൺസ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനവും കാര്യങ്ങളും വെച്ച് എൻവയോൺമെൻറ്റിന് മുൻതൂക്കം കൊടുത്തിട്ട് വേണം നമുക്ക് അവിടുത്തെ സ്റ്റെപ്സ് എടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് നമ്മളിപ്പോൾ വലിയ റിസോർട്ടൊക്കെ ഇവിടെ പണിതെന്ന് വെച്ചോ, ഇതേപോലെ ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ റിസോർട്ട് മൊത്തം പോയില്ലേ. പ്ലസ് ദ ഇന്യൂമറബിൾ നമ്പർ ഓഫ് ലൈഫ്സ് ദാറ്റ് ആർ ബീങ് ലോസ്റ്റ്. ഇതിനൊന്നും നമുക്കൊരു വാല്യൂവേ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് നഷ്ടമാണ്. സോ യു മസ്റ്റ് തിങ്ക് ട്വൈസ് ബിഫോർ ഗിവിംഗ് പ്രിഫറൻസ് ടു എക്കണോമി ഓവർ എൻവയൺമെൻറ്റ് എന്നുള്ള രീതിക്ക്. അപ്പോൾ വേറെ ഇതിനകത്ത് ബേസിക്കലി പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡ്രിൽസ് ചെയ്യാം, പ്രീ പൊസിഷൻഡ് ആയിട്ട് സപ്ലൈസിനെ വെക്കാം, കമ്മ്യൂണിറ്റീനെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളിലും വി ആർ ഡൂയിങ് ഇൻസഫിഷ്യൻ്റ്ലി റൈറ്റ് നൗ. നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യം ക്യാൻ ബി, ഇതൊരു നെഗറ്റീവായിട്ട് അവർ പറയുന്നത്, ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡ്രിൽസ് കണ്ടക്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും ഒരു വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇത്രയും നമുക്ക് പറയാനായിട്ടുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് സാധനം മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം റിലീഫ് ഓപ്പറേഷൻസ് കമാൻഡ് ഹെഡ്ലൈൻസ്, ബട്ട് അൺലെസ് ദ സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചറും ലാൻഡ് സ്ലൈഡ് മിറ്റിഗേഷനും ഏർലി വാർണിംഗ് സിസ്റ്റംസ് ആർ പർസ്യൂഡ് ഈക്വലി സീരിയസ്ലി, അടുത്ത മൺസൂണിലും ഇത് തന്നെയായിരിക്കും കഥ എന്നുള്ളതാണ് പറയുന്നത്. സോ ഷിഫ്റ്റിംഗ് ഫ്രം അക്ലെയിമിംഗ് റെസിലിയൻസ് പോസ്റ്റ് ഫാക്ടോ ടു സിസ്റ്റമാറ്റിക്കലി റെഡ്യൂസിംഗ് ദ വൾണറബിലിറ്റീസ് ബിഫോർ ഹാൻഡ് റിമെയിൻസ് ഓവർ ഡ്യൂ. പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെസിലിയൻസ് വേണം എന്നുള്ള വാചാലങ്ങളൊക്കെ അടിക്കുന്നതിന് പകരം നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഇതിൻ്റെ വൾണറബിലിറ്റീസിന്, ഏതൊക്കെ ഏരിയയിലാണോ വൾണറബിൾ അതിന് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരെ മാറി താമസിപ്പിക്കുക എന്നുള്ള രീതിക്കുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഒരു ചെറിയ എഡിറ്റോറിയൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതാണിത്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന സംഭവത്തിനകത്ത് നമുക്ക് ആദ്യം ഇതിനു മുമ്പേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2023 നമ്മുടെ എൻവയൺമെൻറ്റ് ക്ലാസ്സിൽ രാമു സർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഗിൾ ഡാൻസ് എന്ന് പറയുന്നത് ഏതൊരു വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഡസ് ദിസ് വാഗിൾ ഡാൻസ്. സോ ദിസ് ഇസ് ടു ഇൻഡിക്കേറ്റ് ദി ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ടു ദി സോഴ്സ് ഫുഡ് എന്നുള്ള കാര്യം. ഇതിൻ്റെ ആൻസർ
ഹണി ബീസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ആൻസർ ആക്ച്വലി ആ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ആ വർഷം തന്നെ ചോദിച്ചതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മേക്സ് എ ടൂൾ വിത്ത് എ സ്റ്റിക്ക് ടു സ്ക്രേപ്പ് ഇൻസെക്ട്സ് ഫ്രം ദി ഹോൾ ഇൻ എ ട്രീ ഓർ എ ലോഗ് ഓഫ് ഫുഡ് എന്നുള്ള കാര്യം. ഇത് നമുക്ക് അറിയാവുന്ന ഒരു സ്പീഷീസ് ആണ്, ഒറാങ്കുട്ടൻ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ഈ രീതിയിൽ UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു എഡിറ്റോറിയൽ നിന്ന് നമുക്ക് എന്താണ് എടുക്കാൻ പറ്റുന്നത്? ഈ എഡിറ്റോറിയൽ പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, നമ്മൾ ബംബിൾ ബീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ബാലൻസ്ഡ് ഡയറ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് എ യുണീക്ക് ഫീച്ചർ ഓർ ഫീച്ചർ ഷോൺ ബൈ എ സ്പീഷീസ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഹ്യൂമൻ ബീങ് സ്ട്രഗിൾ വിത്ത് സംഭവം ഇതൊക്കെ ജസ്റ്റ് അവരൊരു വേ ഓഫ് റൈറ്റിംഗ് ആണ്. നമുക്ക് ഇതിനകത്ത് വേണ്ടത് വേറൊന്നുമല്ല. ബംബിൾ ബീസ് സ്ട്രാറ്റജിക്കലി വിസിറ്റ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ടു ബാലൻസ് ദർ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. സോ ഈ ബീസ് എന്ന് പറയുന്നത് റാൻഡമായിട്ട് പോളൻ ഗ്രെയിൻസിനെ എടുക്കുന്നതല്ല എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. സോ വാട്ട് ഇനേബിൾസ് ദിസ് ബീസ് ടു ഗെറ്റ് ദ ന്യൂട്രിയൻസ് ഇസ് ദർ റിമാർക്കബിൾ കളക്റ്റീവ് ഇൻ്റലിജൻസ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ള സംഭവമാണ്. സോ ബീസ് ആസ് വെൽ ആസ് എലിഫൻസ് ദേ ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ്. സോ അവർക്ക് ചില പ്രിഫറൻസസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഈ പ്രോട്ടീൻ ഫുഡ് വേണം എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പറഞ്ഞ് കഴിക്കാറില്ല. അതുപോലെ ബീസ് ഓൾസോ ഹാവ് ദർ സെലക്റ്റീവ് സംഭവം. അപ്പോൾ ദിസ് ക്യാൻ ബി എ പ്രൊബബിൾ ക്വസ്റ്റ്യൻ സം ടൈം ലേറ്റർ ഇൻ ദി ആക്ച്വൽ പ്രിലിംസ്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് നമുക്ക് അത് മാത്രമേ നമുക്ക് നോക്കാനായിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇസ്രോയുടെ ഒരു ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ഇതിനകത്ത് വേറൊന്നുമല്ല, ഒരു ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വിൻഡോ ഏജൻസിയാണ്. അപ്പോൾ അത് ഇസ്രോയുടെ തന്നെ പാർട്ടായിട്ട് വരുന്നതാണ്. ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത്. അപ്പോൾ നമുക്കൊരു 5 ടെക്നോളജീസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ നമുക്ക് RTB സിലിക്കോൺ സിംഗിൾ പാർട്ട് അഡ്ഹസീവ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഇതിനെയൊക്കെ ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ ഈ ടെക്നോളജി ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ആക്ച്വലി ആ ഒരു ഇൻഡസ്ട്രീസിൽ നമുക്ക് ടെക്നോളജി വി വർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഔട്ട്സൈഡ് കൺട്രീസ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം നമുക്ക് വി ആർ ബിക്കമിങ് സെൽഫ് റിലയൻറ്റ്. നമുക്ക് ഈ ടെക്നോളജി നമുക്ക് അധികം പൈസ കൊടുക്കേണ്ട, നമുക്ക് വി ക്യാൻ ബി ഡിപ്പെൻഡൻറ്റ് ഓൺ അവർ സെൽഫ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ബയോമെഡിക്കൽ യൂസിനും സോളാർ പാനലിനും ഇൻഡസ്ട്രിയൽ യൂസിനും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിനെ ടെക്നോളജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻസ്പേസ് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് വന്നൊരു ആർട്ടിക്കിളാണ് കുലശേഖരപട്ടണം വിൽ ബി ഹാൻഡ്ലിംഗ് 20 to 25 സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ഈ ഇസ്രോയുടെ റോക്കറ്റ് ലോഞ്ച് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ശ്രീഹരിക്കോട്ട എന്നാണ് കേൾക്കുന്നത്. ശ്രീഹരിക്കോട്ടയാണ് പ്രൈമറിലി ഇസ്രോയുടെ ലോഞ്ചിങ് പാഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യാസ് സെക്കൻഡ് ലോഞ്ചിങ് കോംപ്ലക്സ് ഇസ് ബീങ് ഡെവലപ്ഡ് ഇൻ കുലശേഖരപട്ടണം. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അറ്റ് എ കോസ്റ്റ് ഓഫ് 100 crores. അപ്പോൾ അവിടെ ഈ ശ്രീഹരിക്കോട്ടയിൽ യൂഷ്വലി PSLVയും GSLVയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദിസ് ഇസ് ഗോയിങ് ടു ബി മേജർലി SSLC എന്ന് പറഞ്ഞിട്ടുള്ള SSLV ആണ് ഇതിനകത്ത് സി എന്ന് എഴുതിയേക്കുന്നത്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും. അപ്പോൾ SSLV വെഹിക്കിൾസിനെയാണ് ഇത് കൂടുതൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് പ്രൈവറ്റ് റോക്കറ്റ്സ് വിൽ ബി ഓൾസോ ലോഞ്ച് ഫ്രം ദിസ് സൈറ്റ് എന്നുള്ള സാധനമാണ്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻസ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻസ്പേസ് ഇസ് ആക്ച്വലി എൻടൈറ്റിൽഡ് ടു പെർമിറ്റ് ആൻഡ് റെഗുലേറ്റ് ദി ആക്ടിവിറ്റീസ് ഫോർ ദി പ്രൈവറ്റ് സെക്ടർ. അതുപോലെ തന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട വേറൊരു സംഭവമുണ്ട്, ഈ INSIL എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ദ കമേഴ്ഷ്യൽ ആം ഓഫ് ഇസ്രോ വിത്ത് ദി പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് enabling ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ടു ടേക്ക് അപ്പ് ഹൈ ടെക്നോളജി സ്പേസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് ഇസ്രോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്തു. അപ്പോൾ ആ ഒരു കമേഴ്ഷ്യൽ ആമിനെ നോക്കുന്നതാണ് NSIL. പക്ഷേ ഇൻസ്പേസ് എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത്. ഇനി ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് വന്ന സംഭവമാണ്. നമുക്ക് സാധാരണ രീതിയിൽ why this becomes important is that ഇത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം, this because it is mentioning a very popular figure called ലജിത് ബോർഫുഖാൻ. വർഷങ്ങളായിട്ട് ന്യൂസിലുള്ള ന്യൂസാണ്, ഒരു പേരാണ്. പക്ഷെ അതല്ലാതെ UPSC ഒരു 2023 if I am not wrong 23 ധാന്യ കട്ടക is seen in which of the areas എന്നുള്ള രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ധാന്യ കട്ടക എന്ന് പറയുന്ന ഒരു റീജിയൻ, ഇറ്റ്സ് എ മിഡീവൽ ഇന്ത്യ ടേം. ഓക്കെ, അപ്പോൾ ധാന്യ കട്ടക എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് റീജിയൻ്റെ ആണ് പാർട്ട് എന്നുള്ള രീതിക്ക് അത് ആന്ധ്രയിൽ കാണപ്പെട്ട് വരുന്ന ഒരു റീജിയനാണ്. അപ്പോൾ ഇന്ന് ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഇത് കണ്ടോ, കംറൂപ്പ് എന്ന് പറയുന്ന ഒരു റീജിയനാണ്, അല്ലെങ്കിൽ ഖമരൂപ്പ എന്ന് പറയുന്ന ഒരു റീജിയനാണ്. അപ്പോൾ ആ റീജിയൻ ഏത് പാർട്ടാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ക്യാൻ ബി വെയർ ടേക്കിംഗ് എ ക്യൂ ഫ്രം ദിസ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാപ്പ് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഈ കാംരൂപ്പ എന്ന് പറഞ്ഞതുള്ളത് കണ്ടോ, ഇത് എവിടെയാണ് വരുന്നത്? അസം റീജിയനിലാണ് കാംരൂപ്പ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം പറയുന്നത് കലിംഗ. കണ്ടോ, ഉത്കൽ. നമ്മൾ ജനഗണമന പാടുന്ന സമയത്ത് നമുക്ക് ദ്രാവിഡ, ഉത്കൽ, ബംഗ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ മാല പോലെ പോകുന്നത്. ഉത്കലും ഈ കലിംഗ എന്നൊക്കെ പറയുന്നത് ഒഡീഷയിലാണ് ഇവർ വരുന്നത്, ഒഡീഷ. അപ്പോൾ കംരൂപ്പ എന്ന് പറയുന്നത് അസ്സാമാണ്,
അതുപോലെ തന്നെ ഉത്കൽ ആൻഡ് കലിംഗ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഈ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിനകത്ത് എന്താ പറയുന്നത്, നമുക്കൊരു പുതിയൊരു ഫ്ലൈ ഓവർ ഇവിടെ വരുന്നുണ്ട്. അതിനെ ഒരു പൃഥു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ് മഹാരാജാവിൻ്റെ പേരിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൃഥു ഈസ് കൺസിഡർ നമ്മൾ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ബക്തിയാർ ഖൽജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബക്തിയാർ ഖിൽജി ആക്ച്വലി ഡിസ്ട്രോയ്ഡ് ദി നളന്ദ യൂണിവേഴ്സിറ്റി. അങ്ങനെ ചെയ്തിട്ടുള്ള മുഹമ്മദ് ഗോർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഓഫ് ഗസ്റ്റി, മുഹമ്മദ് ഓഫ് ഗോരി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മുഹമ്മദ് ഓഫ് ഗോരിയുടെ വൺ ഓഫ് ദി ജനറൽസ് ആണ് ഈ ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നത്. സോ ഈ ബക്തിയാർ ഖിൽജി ഡിസ്ട്രോയ്ഡ് ദി നളന്ദ. പക്ഷേ ആ പറഞ്ഞ പുള്ളിയെ തന്നെ റെസിസ്റ്റ് ചെയ്ത് നിന്ന ഒരു മഹാരാജാവ് എന്നുള്ള രീതിക്കാണ് ഈ പൃഥു ഓഫ് കമ്രൂബരനെ പറയപ്പെടുന്നത്. ബട്ട് ദർ ഇസ് നോട്ട് മച്ച് ക്ലാരിറ്റി ഓൺ ദിസ്. ചിലരാണെന്ന് പറയുന്നു, ചിലരല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് പൃഥു ഈസ് ബീങ് നൗ പ്രൊജക്റ്റഡ് ആസ് എൻ അസാമീസ് ഐക്കൺ സിമിലർ ടു ദി അഹോം ജനറൽ ലചിത് ബോർഫുക്കാൻ. ഈ അഹോം എന്ന് പറയുന്നത് അവിടുത്തെ അസാമിലെ ഒരു കിങ്ഡമാണ് കേട്ടോ. വളരെയധികം വർഷം ചെയ്തിട്ടുള്ള റൂൾ ചെയ്തിട്ടുള്ള ഒരു കിങ്ഡമാണ് അഹോം കിങ്ഡം എന്ന് പറയുന്നത്. അവിടെ ഒരു ജനറലാണ് ഈ ലചിത് ബോർഫുക്കാൻ എന്ന് പറയുന്നത്. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ projecting with him very big, so you must take note of this Lachit Borphukan. He is credited with defeating the Mughal army in 1671 in the Battle of Saraighat. ഈ സാധനം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ബാറ്റിൽ ഓഫ് സറായ്ഘട്ടിൽ വെച്ചിട്ട് ലചിത് ബോർഫുക്കാൻ ഡിഫീറ്റഡ് ദി മുഗൾ ആർമി എന്നുള്ള സാധനം. ഇത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പൃഥുയുടെ എമർജൻസിയും കൂടെ വെക്കുന്നത്. സോ ബക്തിയാർ ഖിൽജി നമുക്കറിയാവുന്നതുപോലെ മിലിറ്ററി ജനറലാണ്. അപ്പോൾ പുള്ളിയെ തന്നെ നമ്മൾ എതിർത്ത് നിന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്കാണ് ഈ പറയുന്നത്. പക്ഷേ ദേ ആർ ആക്ച്വലി നൗ സേയിങ് ദിസ് ഇസ് ഈ അജണ്ട ഓഫ് ദി RSS. ആ ന്യൂസ് വേണ്ട, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാപ്പ് കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. നമ്മുടെ UPSC പെർസ്പെക്റ്റീവിൽ ഈ ഒരു മാപ്പാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തബാക്കത്ത് നസീരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് നമ്മൾ മിഡീവൽ ഇന്ത്യയുടെ ക്ലാസ്സസിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഏത് നോട്ട്സ് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പഠിക്കും. ഇതിൻ്റെ ഓത്തർ നമ്മൾ പഠിച്ചിരിക്കണം. മിൻഹാജ് സിറാജ് ഈ പറഞ്ഞതാണ് ഓഥറാണ് ഈ ഒരു തബാക്കത്ത് നസീരി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്. അത് ഒരു പേർഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. സോ UPSC ഹാസ് ദിസ് ഹാബിറ്റ് ഓഫ് ആസ്കിങ് ദി ബുക്ക് ആൻഡ് ദി ഓഥർ ടേബിൾ ഫോർമാറ്റിൽ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെയും തരാം, പാർ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെയും തരാം. സോ യു മസ്റ്റ് ടേക്ക് നോട്ട് ഓഫ് ദിസ്. ഇതിനകത്ത് ഇത്രയും മാത്രമേ നമ്മൾ നോക്കാനായിട്ടുള്ളൂ. സോ ഇതാണ് നമ്മളിന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ്. ബട്ട് ലെറ്റ്സ് ക്വിക്ക്ലി റീക്യാപ്പ് വാട്ട് ഓൾ വി ഹാവ് ലേൺഡ്. സോ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി ആദ്യം നമ്മൾ സമുദ്രയാൻ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. സമുദ്രയാൻ പ്രോജക്റ്റിനകത്ത് നമ്മൾ മത്സ്യ 6000 എന്നുള്ള പ്രോജക്റ്റിനെയാണ് നമ്മൾ പറഞ്ഞത്. മത്സ്യ 6000 ഇസ് ദി വെഹിക്കിൾ അണ്ടർ ദി ലാർജർ പ്രോജക്റ്റ് ഓഫ് സമുദ്രയാൻ. ആൻഡ് ഇത് ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? GST കോമ്പൻസേഷനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. So hope you understood why we had that concept in the first place as such. അതുപോലെ തന്നെ നമ്മൾ മൺസൂണിൻ്റെ പ്രിപ്പയർഡ്നെസ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ബീസിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ദ യുണീക്ക് ബിഹേവിയർ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. മാത്രമല്ല സെക്കൻഡ് ലോഞ്ച് പാഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ലോഞ്ച് പാഡ് എവിടെയാണ് വരുന്നത്? കുലശേഖരപട്ടണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ കാംരൂപ് എന്ന് പറയുന്നത് എവിടെയാണ്? കാമരൂപ എന്ന് പറയുന്നത് അസാമിലുള്ള റീജിയനാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മളിന്ന് മേജർലി ഡിസ്കസ് ചെയ്തത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി ക്ലാസ്. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.